ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കലാത്തിയ പ്ലാന്റിനെ റീപോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഈ പ്ലാന്റിനെയൊക്കെ ബുഷിയായിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്യണമെന്ന്. ഇന്നാണ് അതിന് വേണ്ടിയിട്ട് സമയം കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഓരോ പോട്ടിൽ നിന്നും കവറിൽ നിന്നുമൊക്കെ ഈ പ്ലാന്റുകളെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഓരോ തൈയായിട്ട് അടർത്തി മാറ്റിയിട്ട് ഒരു പോട്ടിൽ ബുഷിയായിട്ട് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഈ പ്ലാന്റുകളെല്ലാം പോട്ടിലും കവറിലുമായിട്ടൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. സെയിലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്ലാന്റ് സെയിലിന് വിട്ടിട്ട് സെയിലിനായിട്ട് കുറച്ച് പ്ലാന്റുകളെ മാറ്റണം. പിന്നെ കുറച്ച് ഒരു പോട്ടിൽ ബുഷിയാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നു. ഇതിനെല്ലാം ആദ്യം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ എല്ലാം അതിൽ നിന്ന് എടുക്കാൻ പറ്റി. ഇനി ഇതിൽ നിന്ന് ഓരോ തൈയായിട്ടും അടർത്തിയെടുക്കണം. അടർത്തിയെടുക്കുന്ന സമയത്ത് ചിലതൊക്കെ റൂട്ട് കിട്ടാണ്ടൊക്കെ വന്നു. പക്ഷേ ഈ പ്ലാന്റ് അങ്ങനെ റൂട്ട് കിട്ടിയില്ലെങ്കിലും പിടിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂട്ടില്ലെങ്കിലും അത് പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാം. ഒരു പോട്ടിൽ തന്നെ അത്യാവശ്യം 4-5 പീസ് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുത്ത് ഏതൊരു പ്ലാന്റ് ഇത് ബുഷിയായിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി കിട്ടുന്നത്. ഞാൻ ഇങ്ങനെ സെയിലിന് വേണ്ടിയിട്ട് വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് ഈ പ്ലാന്റ് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നെന്തായാലും എനിക്ക് അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഗാർഡനിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പം ഇന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുവേണ്ടി പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്ത് ഓരോ പ്ലാന്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പോട്ടി മിക്സ് നിറയ്ക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ളൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ്. കരിയില ഇടുന്നത് കൊണ്ടുള്ള 2 ഗുണങ്ങളെന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ചട്ടി ഇപ്പോൾ എടുത്ത് മാറ്റിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വലിയ വെയിറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കരിയിലയൊക്കെ നല്ല രീതിക്ക് ദ്രവിച്ച് അതിന് വളമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ആദ്യം കരിയില ഇട്ട് കൊടുത്ത് പിന്നെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും മണ്ണും കൂടെ ചേർന്നതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഓരോ പ്ലാന്റായിട്ട് എടുത്ത് അടുക്കി ഒരുമിച്ച് തന്നെ പോട്ടിലോട്ട് വെച്ച് കൊടുക്കാം. അതെല്ലാം പോട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 4 സൈഡിൽ കൂടി മണ്ണിട്ട് കൊടുത്ത് അതിനൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു കലാത്തിയ പ്ലാന്റ് അധികം ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ല. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് തന്നെ ബേണായി പോകുന്നുണ്ട്. അപ്പം ഒരു സെമി ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫുകൾക്ക് നല്ല ഭംഗിയായിരിക്കും. ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഇതിൽ കുറച്ച് പ്ലാന്റ് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാം അതിനകത്ത് വെച്ചിട്ടില്ല. കുറച്ച് പ്ലാന്റ് സെയിലിനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. റൂട്ട് പിടിച്ച് കിട്ടിയതിന് ശേഷം അതൊക്കെ സെയിലിന് ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു പ്ലാന്റ് 35 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ലീഫ് കരിഞ്ഞ് 1-2 ലീഫ് വന്നിട്ടുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തണലത്ത് വയ്ക്കാം. ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഇതെല്ലാം നല്ല രീതിക്ക് വേരൊക്കെ പിടിച്ച് സെറ്റായിട്ട് കിട്ടും. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്.